ഞങ്ങളിപ്പോൾ പോകുന്നത് വയനാട് ആദിത്യ നേച്ചർ റിസോർട്ടിലോട്ടാണ്. ഞങ്ങൾ വയനാട് കുറച്ച് കറങ്ങിയിട്ട് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു, 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഞങ്ങൾ നേരത്തെ എന്നൂർ ട്രൈബൽ വില്ലേജിൽ പോയി അവിടെ നിന്ന് നേരെയാണ് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ട് വന്നത്. രാത്രി ഡിന്നറൊക്കെ കഴിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ഏകദേശം 8 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ വണ്ടി ഉള്ളിലോട്ട് പോകുമ്പോഴും പുറത്തോട്ട് വരുമ്പോഴൊക്കെ അവിടെ കറക്റ്റ് അവർ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെക്കിനൊക്കെ ചെയ്ത് റൂമിൽ ലഗേജൊക്കെ കൊണ്ടുവച്ചു. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതാ വേറെയും കുറേ ഫാമിലീസൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല പ്രൈവസി ഉള്ളൊരു ഏരിയ ആയിരുന്നു. എനിക്കത് അതിനൊരു പോസിറ്റീവായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ നേരെ പൂൾ ടൈം ഏകദേശം 10 മണി വരെ എങ്ങനെയും പൂൾ ടൈം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പൂളിൽ കുറച്ച് നേരം ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ 1 ഡേ സ്റ്റേ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഓൾറെഡി ഞങ്ങളിവിടെ എത്താൻ വേണ്ടി നൈറ്റ് ആയതുകൊണ്ട് ഞങ്ങളുടെ അത്രയും ഒരു ടൈം പോയി. അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ടൈമൊന്നും ഇവിടെ കളയണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൂളിലോട്ട് ഇറങ്ങി. പിന്നെ വയനാട് ആയതുകൊണ്ട് തന്നെ നോർമൽ അധികം തണുപ്പുള്ള സീസൺ അല്ലായിരുന്നു. എന്നെങ്കിൽ കൂടെ നൈറ്റൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പ് അത്യാവശ്യം ഉണ്ടായിരുന്നു. അമ്മ പ്രൊഫഷണൽ പ്രീതിക്കൊക്കെ എടുത്താണ് നീന്തമുണ്ട്. ശരിക്കും സ്കോഡല്ലേ ലൈറ്റ് അടിച്ചിട്ട് കാണുന്നില്ല. എന്റെ ക്ലിയർ കിട്ടി. കമാൺ നമ്മളതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1 2 3. ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് പഠിച്ചു. ഒറ്റക്ക് കാലറ് ഒറ്റക്ക് കാലറ് പോ. അയ്യോ കാനടിക്കരുത് കുഞ്ഞുട്ടിയെ നാഞ്ഞടി വേണ്ടോ. വേണ്ട 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 അല്ല നച്ചാ നോക്കി ജലദോഷം നോക്കില്ലേ. തണുപ്പ് കൊണ്ടുണ്ട്. നീന്താറുന്ന ആൾക്കാർ മുങ്ങിച്ചാവില്ലേ? അതിനേക്കാളും നീന്താറുന്ന വെള്ളത്തിൽ പോവാണ്ട് കൂടുതൽ നേരം ഞങ്ങൾ ഫ്രഷായിട്ട് ഗെയിം സോണിലോട്ട് പോയി. ഗെയിം സോണിൽ ഇവിടെ ക്യാരംസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലുഡോ ഉണ്ടായിരുന്നു, ചെസ് ഉണ്ടായിരുന്നു. ക്യാരംസൊക്കെ 2 ബോർഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം കളിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പൂളിലോട്ട് പോകുമ്പോൾ ഇവിടെ വേറെ ഫാമിലി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നതിന് ശേഷം ഇവിടെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ നല്ല പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം ഏകദേശം ഒരു 12 മണി വരെ ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ക്യാരംസാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ക്യാരംസ് ഇവർക്ക് എല്ലാവർക്കും നന്നായിട്ട് കളിക്കാൻ അറിയാം. എനിക്ക് പിന്നെ വലിയ ഐഡിയ ഇല്ലെങ്കിലും ഞാൻ കൂടാറുണ്ട്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇതാണ് ഗെയിം സെൻറ്റർ, ഇത് റെസ്റ്റോറൻറ്റ്, അതുപോലെ തന്നെ ഇവിടെയാണ് പൂള് വരുന്നത്. എല്ലാം അടുത്തടുത്ത് തന്നെ ആയിരുന്നുകൊണ്ട് സുഖമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 8 തൊട്ട് ഒരു 9:30 വരെയാണെന്നാണ് പറഞ്ഞത്.
അയ്യോ ഒരു കൂട്ടി ഡ്രസ്സും കൂടെ പിടിച്ചാൽ രണ്ടാമതും ടേസ്റ്റ് ചെയ്യാം. മരം കൊരങ്ങ് അത് കൊരങ്ങ് നോക്ക് കൊരങ്ങ് അതാ അതാ കൊരങ്ങ് അത് കൊരങ്ങ് അങ്ങോട്ട് അതാ കൊരങ്ങ് അവിടെ 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 അവിടെയല്ല കൊരങ്ങ് നമ്മൾ അങ്ങോട്ടാ നോക്കണേ. കൊരങ്ങൻ പിടിച്ച് കൊണ്ടുപോട്ടോ. കുരങ്ങൻ കാർട്ടൂൺ കണ്ടിട്ട് കുരങ്ങനെ കണ്ടുകൂടും. കുറേ കുരങ്ങന്മാരുണ്ട്. സിയ കുരങ്ങനോടെ സിയ കുരങ്ങനോടെ നോക്കി 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 കുഞ്ഞു കുട്ടിയാകുമ്പോ തൊട്ട് കളിക്കണ ഷട്ടിൽ രണ്ടാൾക്കാരും എല്ലാരും കളിക്കണല്ലേ, നിങ്ങളൊക്കെ കളിക്കണല്ലേ? എടാ ഇവര് ഇന്നോടും ചേച്ചിനോടും ഷട്ടിൽ തോറ്റ്, 2 കളി തോറ്റ്. അത് ഒന്നല്ല 2 കളി. 2 കളി ഞാൻ അടുത്ത് തോൽപ്പിക്കാൻ വേണ്ടി പ്രാക്ടീസ് ആട്ടോ. പിന്നെ ചേച്ചിനെയും കളി തുടങ്ങാണ്ട് മുന്നേ ഒരു പ്രാക്ടീസ് തുടങ്ങി. പ്രാക്ടീസ് ആണ് പ്രാക്ടീസ്. പോയില്ല. ഒരു ലൈൻ ഉണ്ടാവും. ലൈനോടെ റെഡിയല്ലേ? അപ്പുറത്തേക്ക് അമ്പ ചെയ്ത് ഇപ്പുറത്തേക്ക് പോവാ. അങ്ങനെ ഇവിടെ കാലൊക്കെ ഉണ്ട്. എനിക്ക് എത്തും കൂടെ ഇല്ല. വരണ്ടല്ലേ? ഇവിടെ നമുക്ക് ഈ അങ്ങോട്ട് മാറി ഞാൻ കാണിച്ചതാണ്. ഗോതയിലേക്ക് ഇറങ്ങാണ്ട് അല്ല 2 കരുത്തോളി. അത് മതി നോക്കെ. എത്തൂരടോ. ആ ബോർഡ് കണ്ടെത്തേക്ക് അമ്മട്ടില്ലല്ലോ. അയ്യോ ഇടാൻ കഴിയും തോന്നുന്നില്ല. ഷോൾഡർ ആനയോ നല്ല ഹൈറ്റിലൊരു. അയ്യോ പേടിച്ചു ഏട്ടനെ തള്ളു. അത് തന്നെ ഏട്ടനെ തള്ളു പിന്നെ കേൾക്കാൻ കഴിയില്ലല്ലോ. അടുത്ത് എത്തിക്കാണ്ട് കൈ പവറുള്ളതാണ്, നിങ്ങൾക്ക് എത്തൂല. ഞങ്ങളുടെ ടീം വീണ്ടും ഒരു പോയിന്റ് ജയിച്ചു. മോളെ എന്റെ അച്ഛനും ഞങ്ങളോട് വീണ്ടും തോറ്റ്. ലാസ്റ്റ് അടക്കാം. 3-ാം റൗണ്ട് ഇതിലിട്ടില്ലെങ്കിൽ ഞങ്ങള് ജയിച്ചിട്ടോ. അടുത്ത കളി ഞങ്ങൾ ജയിക്കാൻ പോണു. ഒന്നും വേണം ജയിക്കുമല്ലോ, സമാസമാവുള്ളൂ. ഞാൻ ബാക്കിയുണ്ട്.
അയ്യേ വീഡിയോ എടുക്കും വാന്നൊക്കെ വിളിക്കണ്ട്. കൊരങ്ങനോ? ഈ കൊരങ്ങണ്ട അവിടെ? ബാക്ക് കൂടെ കൊരങ്ങണ്ട്. തപ്പട്ടെ അല്ല അമ്മ അച്ഛനും ആട്ടിയെടുക്കട്ടെ. പിന്നെ അവർക്ക് അവന് ഉറക്കാനുള്ള അവസരം. ഏതായാലും ബൈക്കൊന്നും ഓടിക്കരുത്, ഇതിലൊക്കെ കളിച്ചോളി. ഹായ് സിയ. കൊറങ്ങി അയ്യോ ഇറങ്ങി നിൽക്കലാണ് വേണ്ട. വെള്ളത്തിൽ തണുപ്പുണ്ടോ? തണുപ്പുണ്ടോ? തണുപ്പ് മാറിയോ? ഏതാണ്ട് വെള്ളത്തിൽ തണുപ്പുണ്ടോ? ചൂടാണ്, തണുപ്പ് നല്ല ചൂട്. വെള്ളത്തിലൊക്കെ കാലൊക്കെ നനച്ച് എന്നാ പിന്നീട് നീന്തിക്കോളി. എന്നെ വിളിക്കണം, അച്ഛമ്മ വിളിക്കണം, അച്ഛമ്മ വിളിക്കണം.
കയ്യിലിട്ട പെണ്ണഴകേ മോളെ ഞാൻ വെറുതെ കുട്ടിയെ സ്റ്റാർട്ട്. അച്ഛൻ നീന്തി വരും. അല്ല തുറന്നു. അച്ഛനെ അല്ലല്ല അച്ഛൻ ജയിച്ചു. ഓ ജയിച്ചു. സെക്കൻഡ് വരും. ഒന്നും കൂടെ അച്ഛാ പോരി പക്ഷെ ചേച്ചി തൊട്ടില്ല. ഇക്കാളി അവിടെ തൊട്ടോ. അപ്പൊ ചേച്ചി ഫസ്റ്റ് വരും കുട്ടികള്. ഞാൻ ചെല്ലണ സ്റ്റാർട്ട്. റെഡി. ശരിയല്ലോ. ഏകദേശം 11 മണിക്കാണ് ചെക്കൗട്ട്. അപ്പം പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങുകയാണ്. പോയി പൊട്ടിച്ചാലും നമുക്ക് ക്യാരം ബോർഡ്. ലാപ്പിസ്റ്റ വയനാട് ലാപ്പിസ്റ്റയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു ഗെയിംസ് സെൻ്ററൊക്കെ ഉണ്ട്. അവിടെയാണ് നമ്മൾ ഇന്നലെ നൈറ്റ് മുമ്പിലേക്ക് അതുപോലെ തന്നെ ചെറിയ ഡ്രോ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഒരു സെപ്പറേറ്റ് ബാൽക്കണി ഉണ്ട്. കബോർഡ്, പഴയ കബോർഡ് ടേപ്പ്, കിച്ചണാണ്. നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാം. ബാൽക്കണി ആണ്. ആ ധാരത് പരിപാടി ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കേനി. ബാൽക്കണി അടിപൊളിയാണ്. പക്ഷെ നമുക്കിവിടെ കളിക്കാൻ വേണ്ടി ഓൾറെഡി ഗെയിം ഏരിയ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി കളിച്ചു. ഇവിടെ ഒക്കെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കളിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ടൈം കിട്ടിയില്ല. ഗെയിം ഏരിയ തന്നെ ലുഡോ ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒരു കാട്ടിൽ വന്ന ഒരു ഫീലാണ് സത്യത്തിൽ. ഫുള്ള് പച്ചപ്പാണ്. നമ്മളെപ്പോലെ തന്നെ അതേപോലെ തന്നെ കുറേ വില്ലേജസ് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉണ്ട്. പ്രൈവസിയുടെ കാര്യത്തിൽ ഓക്കെയാണ്. പ്രത്യേകിച്ച് ഡിസ്റ്റർബൻസും കാര്യങ്ങളൊന്നുമില്ല. സിയ ടാറ്റാ, ഞങ്ങൾ പോവാണ്. പക്ഷെ രാത്രി വരുമ്പോ ഒരു അറ്റ്മോസ്ഫിയർ ഒരു നല്ല രസമുണ്ട്. കാടിന്റെ ഉള്ളിൽ നിൽക്കണ പോലെ. എന്നാലും ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് തീർന്ന പോലെ ദിവസം കുറച്ചും കൂടെ ഒന്ന് റിലാക്സ് ചില്ല് ചെയ്യാൻ കുറച്ചും കൂടെ ടൈം കിട്ടിയാൽ നന്നായിരുന്നു. വൈത്രിയല് ലാപ്പിസ്റ്റ എന്ന് പറഞ്ഞ റിസോർട്ടാണ്. ചെറിയൊരു പ്രീമിയം സെറ്റപ്പാണ്.
നിങ്ങൾ പോവാണ് ശരിക്കും നിന്ന് മതി തീർന്നില്ല. സ്റ്റാറ്റസ് കാണാൻ ബ്ലൂടൂത്ത് ചേച്ചീനെ ഓഫാക്കി. കുറെ കൊടുക്കണ്ട. പിന്നെ എന്തെങ്കിലും അടിപൊളിയല്ലേ സ്ഥലല്ലേ. Your destination is on the left. ഏയ് ഞങ്ങളത് ഊട്ടി തോട്ടത്തിൽ ഊട്ടി ടീ എസ്റ്റേറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുക. വയനാട് ബോളോ ആരും ഇന്നലെ വീട്ടിലില്ലേ വീട്ടിലിരിക്കുന്നത്. അത് പോകുന്നുണ്ടല്ലോ ഇവിടെ. കുലുങ്ങുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് സിയ? ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ സിയ? ടേസ്റ്റ് ഉണ്ടോ? ചോക്ലേറ്റ് വൈറ്റ് ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.